നമസ്കാരം. ഞാൻ ശശികുമാർ തിരുമല്ലവാരം. ഇതിൻ്റെ 164-ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിനെ പറ്റിയാണ്. മൈൻഡ്, ഹൗ ക്യാൻ വി കൺട്രോൾ ഇറ്റ്? മനസ്സിനെ നമുക്ക് എങ്ങനെ നിയന്ത്രണത്തിലാക്കാം എന്നുള്ളതാണ് ഞാൻ ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു എപ്പിസോഡായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം 164 എപ്പിസോഡിലും ഏറ്റവും എനിക്ക് പ്രിയമായിട്ടുള്ളത് ഈ ഒരു എപ്പിസോഡാണ്. കാരണം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ആളുകൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ കാണുന്നത്. മുൻകോപം, പിന്നെ ഓരോരോ ലഹരി ഉപയോഗിക്കുക, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ആളുകൾക്ക്. അതെല്ലാം ജീവിതം നശിപ്പിക്കുകയേ ഉള്ളൂ. ആർക്കും അതുകൊണ്ട് ഒരു പ്രയോജനം കിട്ടാനും പോകുന്നില്ല. ഇനി ഇതിനെപ്പറ്റി പരിശുദ്ധ ബൈബിൾ എന്ത് പറയുന്നതെന്ന് നോക്കാം. പരിശുദ്ധ ബൈബിൾ പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളെ അത് എന്ത് തന്നെ ആയാലും അത് ദൈവത്തിന് ഇഷ്ടപ്പെടുന്നതായിരിക്കണമെന്നാണ്. ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന ചിന്തകൾ മാത്രമേ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാവൂ എന്നാണ് പരിശുദ്ധ ബൈബിൾ പറയുന്നത്. പിന്നെയും ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾ നമ്പർ 1 ആകണമെങ്കിൽ നിങ്ങൾ നമ്പർ 1 ആകണമെങ്കിൽ മറ്റുള്ളവരെ സേവിക്കണം. നിങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും സേവിക്കുകയും വേണം. എങ്കിലേ നിങ്ങൾ ഒന്നാമനാവും. മാത്രമല്ല, ഈ സാത്താൻ്റെ വാക്കുകളും പ്രവൃത്തികളും നമ്മളെ എപ്പോൾ വേണമെങ്കിലും ചതിക്കാമെന്നാണ് ബൈബിൾ പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും നമ്മളെ സാത്താന്മാർ പല രീതിയിലാണ് വരുന്നതെന്നുള്ളത്. സുഹൃത്തുക്കളുടെ രൂപത്തിൽ വരും, ലഹരിയുടെ രൂപത്തിൽ വരും. ഏത് രൂപത്തിൽ വന്നാലും സാത്താൻ്റെ രൂപത്തിൽ വന്ന് നമ്മളെ ചതിക്കുമെന്നാണ് ബൈബിൾ പറയുന്നത്. പിന്നെ എത്ര ശ്രമിച്ചാലും നമുക്ക് പാപചിന്തകൾ മനസ്സിൽ കൂടി കടന്നു പോകുന്നത് ഒഴിവാക്കാൻ സാധിക്കത്തില്ല. കാരണം മഹാനായ മാർട്ടിൻ ലൂതർ പറയുന്നുണ്ട്, നിങ്ങൾക്കൊരിക്കലും പക്ഷികൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ പറക്കാൻ അനുവദിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ പക്ഷികൾ പറന്നുകൊണ്ടിരിക്കും, നമുക്കതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ തലയിൽ അവ കൂട് കൂട്ടാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയും. നമ്മുടെ തലയിൽ, അതായത് നമ്മുടെ തലയിൽ വന്ന് തലമുടിക്ക് വന്ന് കൂട് കൂട്ടാനായിട്ട് നമ്മൾ ആ പക്ഷികളെ സമ്മതിക്കുക. നമ്മൾ വിചാരിച്ചാൽ മതിയല്ലോ, അത് അവർക്ക് ആ പക്ഷികളെ കൊണ്ട് നമുക്ക് അങ്ങനെ കൂട് കൂട്ടാതിരിക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് മഹാനായ മാർട്ടിൻ ലൂതർ പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെക്കാൾ പ്രധാനിയാണ് മറ്റുള്ളവരെന്ന് കരുതരുത്. അതായത് നിങ്ങളെക്കാൾ പ്രധാനിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും നമുക്ക് തുല്യത, അതായത് നമ്മൾ ആരോടും കീഴ്പ്പെടണം എന്നല്ല പറയുന്നത്, നമ്മൾ എല്ലാവരോടും തുല്യത പാലിക്കണം. എന്നിട്ട് നമ്മൾ അവരെ ബഹുമാനിക്കുകയും വേണം. എങ്കിലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. പിന്നീട് നമ്മൾ അസൂയയും ദേഷ്യവും ഒഴിവാക്കി വിനയം നേടുകയും വേണം. നമ്മൾ അവരോടൊപ്പം ആണെങ്കിൽ നമ്മൾ വിനയം കാണിക്കേണ്ട ഒരു ഇതുണ്ട്. മാത്രമല്ല, എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രമേ നമ്മൾ കാര്യങ്ങൾ കാണാവൂ. എപ്പോഴും പോസിറ്റീവായിരിക്കണം നമ്മൾ പറയുന്ന കാര്യങ്ങളും ചിന്തിക്കുന്ന കാര്യങ്ങളും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ എന്ന് ബൈബിളിൽ പ്രത്യേകം പറയുന്നുണ്ട്. മറ്റുള്ളവർ നമ്മളെക്കാൾ മിടുക്കരാന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മളോടൊപ്പം തന്നെ അവർക്കും നമ്മൾ ഇത് കൊടുക്കണം. അവർക്ക് ആ ഒരു സമഭാവനയിൽ നമ്മൾ കാണുന്ന ആളുകളെ. ഇനി പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് മനുഷ്യൻ്റെ മനസ്സിനെ കൊണ്ട് തെറ്റായി ചിന്തിക്കുന്നവർക്കും ലഹരി ഉപയോഗം കൊണ്ട് അതിനെ നശിപ്പിക്കുന്നവർക്കും തീർച്ചയായും ശിക്ഷയുണ്ടെന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ ഖുർആൻ്റെ നിയമങ്ങളനുസരിച്ച് ഒരു കാരണവശാലും ലഹരി മരുന്നുകൾ ഉപയോഗിക്കരുത് എന്ന് പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട്. ഇസ്ലാം മതം മനുഷ്യ മനസ്സിന് ഏറ്റവും ഉത്തമമായ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. മാനസിക വിഭ്രാന്തി ഉള്ളവർക്ക് ഒരിക്കലും മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയില്ല, അത് വേറെ കാര്യം. അതുകൊണ്ട് തന്നെ ലഹരികൾ ഒരു തരത്തിലും ഉപയോഗിച്ച് മനസ്സിൻ്റെ സമാധാനം, അതിനെ താളം തെറ്റിക്കരുതെന്നാണ് ഖുർആനിലും പറഞ്ഞിരിക്കുന്നത്. പിന്നെ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി പോസിറ്റീവ് തിങ്കിങ് പ്രാക്ടീസ് ചെയ്യണം. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കാവൂ. പിന്നെ നിങ്ങൾക്ക് കിട്ടിയ നല്ല കാര്യങ്ങളെപ്പറ്റി ഓർത്ത് എപ്പോഴും ആ അനുഗ്രഹത്തെപ്പറ്റി മാത്രം ചിന്തിച്ചാൽ നമുക്കൊരിക്കലും മനസ്സിലത് നെഗറ്റീവ് തോട്ട്സ് വരത്തില്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ എനിക്ക് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ നല്ലത് ദൈവം തന്നിട്ടുണ്ട്, അതിനെപ്പറ്റി ചിന്തിച്ചാൽ എനിക്ക് മറ്റുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും എനിക്ക് മനസ്സിൽ കയറി വരത്തില്ല. പിന്നെ ആഹാരത്തിൻ്റെ കാര്യത്തിൽ മിതത്വം പാലിക്കണമെന്ന് ഖുർആൻ പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ റംസാൻ നൊയമ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രോഗികൾ ഒഴിച്ചു ബാക്കി എല്ലാവരും നൊയമ്പുകളൊക്കെ എടുക്കണമെന്നും, പ്രകൃതിയിൽ സൗന്ദര്യം കുറേ നേരം കണ്ടിരിക്കുകയും ചെയ്താൽ മനുഷ്യനെ തെറ്റായ ചിന്തകളിൽ നിന്ന് മുഴുകാൻ ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് മാറ്റാൻ പറ്റുമെന്നാണ് പറയുന്നത്. മാത്രമല്ല, അങ്ങനെ എന്തെങ്കിലും മനസ്സിനകത്ത് അശാന്തി വന്നു കഴിഞ്ഞാൽ അല്ലാഹുവിനെ പ്രാർത്ഥിച്ചാൽ അത് മാറിക്കിട്ടുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇനി ഹിന്ദു തത്വശാസ്ത്രം അനുസരിച്ച് ഭഗവത്ഗീത പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങൾ
ശ്രീകൃഷ്ണനിൽ അഭയം പ്രാപിക്കണം, അതായത് ദൈവത്തിൽ അഭയം പ്രാപിക്കണം എന്നുള്ള അതേ മീനിങ് എല്ലാ പദങ്ങളും ഒന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ചാൽ അത് ഏറ്റവും വലിയ സുഹൃത്താണ്. മനസ്സിനെ നിയന്ത്രിച്ചാൽ, അല്ലെങ്കിൽ അത് ഏറ്റവും വലിയ ശത്രുവായിരിക്കും എന്ന് പറയുന്നു. അതുകൂടാതെ ഭഗവത്ഗീത മനസ്സിനെ നിയന്ത്രിക്കാൻ ധ്യാനവും അച്ചടക്കവും മനസ്സിനെ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ മാത്രം അനുവദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഭഗവത്ഗീത പറയുന്നത് മനസ്സിനെ നിയന്ത്രിക്കാൻ ധ്യാനം വേണം, അച്ചടക്കം വേണം, പിന്നെ നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാനേ അനുവദിക്കാവൂ മനസ്സിനെ. മാത്രമല്ല മനസ്സിൻ്റെ ഫോക്കസ്, ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ പിന്നെ താല്പര്യമില്ലാത്ത വേറൊരു കാര്യത്തിലേക്കും കൂടെ അപ്പം ചിന്ത മാറ്റിയാലും നമുക്ക് മനസ്സിൻ്റെ നിയന്ത്രണം തിരിച്ചു കിട്ടുമെന്നാണ് ഭഗവത്ഗീത പറയുന്നത്. ഈ മനഃശാസ്ത്രം അനുസരിച്ച് പറഞ്ഞാൽ ധ്യാനം തന്നെ അതിനകത്തും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത്. ധ്യാനം കൊണ്ട് പിന്നീട് ബ്രീത്തിങ് എക്സസൈസ്, അതായത് 4, 7, 8 എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്ന എക്സസൈസ്. അതായത് 4 സെക്കൻഡ് കൊണ്ട് നമ്മൾ ശ്വാസം എടുത്തിട്ട് 7 സെക്കൻഡ് പിടിച്ചു വയ്ക്കണം ആ ശ്വാസം. അത് കഴിഞ്ഞിട്ട് 8 സെക്കൻഡ് കൊണ്ട് അത് പുറത്തേക്ക് വിടണം. അത് നമുക്ക് മനോനിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്നുള്ള തോന്നൽ വരുന്ന സമയത്ത് അത് ചെയ്യേണ്ട ഒരു എക്സസൈസ് ആയിട്ടാണ് മനഃശാസ്ത്രം പറയുന്നത്. പിന്നെ ശാന്തമായ മനസ്സും ആരോഗ്യമുള്ള ശരീരവും നമുക്ക് ഈ ബ്രീത്തിങ് എക്സസൈസ് തരുമെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. പിന്നെ കുറേ നമ്മൾ എഴുതാനൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പം എന്നെ പോലെ ഇപ്പോൾ എഴുതാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അത് എഴുതുന്നതിലേക്ക് ശ്രദ്ധ മാറ്റണം. പിന്നെ നടക്കാൻ പോയാലും പിന്നെ പെയിൻറ്റിങ്, ഗാർഡനിങ്, പിന്നെ നല്ല പുസ്തകം വായിക്കുന്നതും നിങ്ങളുടെ മനസ്സിന് നല്ല നിയന്ത്രണം നൽകുന്നതായിരിക്കും മനഃശാസ്ത്രം പറയുന്നുണ്ട്. പിന്നെ വളരെ പ്രധാനമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല സംഗീതം കേൾക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഒരു താളം വീണ്ടെടുക്കാൻ പറ്റും. കാരണം ഈ മനസ്സിൻ്റെ താളം തെറ്റിയാൽ അറിയാമല്ലോ, പിന്നെ ജീവിതം പിന്നെ ആര് വിചാരിച്ചാലും പിടിച്ചാൽ നിൽക്കത്തില്ല. അതുകൊണ്ട് ഈ മനസ്സിൻ്റെ താളം തെറ്റാതെ നോക്കുക വലിയൊരു കാര്യമാണ്. പിന്നെ എപ്പോഴും നമ്മൾ പറയണം, നമ്മുടെ പരമാവധി നല്ല കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളൊരു സ്വയം ഇങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ എൻ്റെ പരമാവധി നല്ല കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ, ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല. അങ്ങനെ ഒരു മനസ്സുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ എപ്പോഴും ബാലൻസ് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കും. അതുകൊണ്ട് അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെയും നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ ഇത്ര കാര്യങ്ങളാണ് എനിക്ക് മനസ്സിൻ്റെ നിയന്ത്രണം സ്വായത്തമാക്കാനുള്ള രീതികൾ എൻ്റെ അറിവിൽ ഉള്ളത്. ഇത്രയൊക്കെയാണ്. അതായത് ഈ കാലഘട്ടത്തിൽ മനോനിയന്ത്രണം അത്യാവശ്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ ഒരു തരത്തിലുള്ള ലഹരിക്കും അടിമപ്പെടാതിരുന്നാൽ മാത്രമേ നമുക്ക് എപ്പോഴാണ് ഇതിൻ്റെ ആവശ്യം, അതായത് മനോനിയന്ത്രണം എപ്പോഴാണ് നഷ്ടപ്പെടുന്നതെന്നും അറിയാൻ പറ്റില്ല. ലഹരിക്ക് അടിമയാണെങ്കിൽ ഒരിക്കലും അറിയാൻ പറ്റത്തില്ല നമുക്ക് എപ്പോഴാണ് നമ്മുടെ മനോനിയന്ത്രണം പോയെന്നുള്ളത്. അത് നമ്മുടെ ജീവിതം നശിപ്പിക്കും. അതുകൊണ്ട് ലഹരി ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ള സന്ദേശം കൂടെ ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.